ഹായ്, CUET 2025 ആപ്ലിക്കേഷനും പ്രോസ്പെക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ഉടൻ വരുന്നതേ ഉള്ളൂ. സോ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ CUETയെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയിരുന്നു. നമ്മുടെ സൈലം CUET ചാനലിലൂടെ കുറേ QET റിലേറ്റഡ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗട്ടായിരുന്നു CUET വഴി BTech എക്സാം അല്ലെങ്കിൽ BTechന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഉറപ്പായിട്ടും പറ്റും. CUET വഴി BTech കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന കുറച്ച് പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണിത്. സോ CUETലെ BTech കോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ കോഴ്സുകൾ ഉൾപ്പെടെ അതുമുണ്ട്. അതേപോലെ മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ ബാങ്കിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള BTech കോഴ്സുകൾ, അങ്ങനെ വെറൈറ്റി കോഴ്സുകളും ശരിക്കും നിങ്ങൾക്ക് CUET വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ CUET വഴി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട BTech കോഴ്സുകളും അവരുടെ യൂണിവേഴ്സിറ്റീസും സിമിലർലി നിങ്ങൾ ചൂസ് ചെയ്യേണ്ട, അതായത് ഈ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ CUETക്ക് ഏത് സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ലക്നൌവിലുള്ള ബാബാ സാഹേബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി NIR of 2024 റാങ്കിങ്ങിൽ ഓവറോൾ കാറ്റഗറിയിൽ 58 ആയിരുന്നു ഈ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. സോ ഇവിടെ ഒരുപാട് BTech കോഴ്സുകളുണ്ട്. അവിടെ മെയിൻ BTech കോഴ്സുകൾ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ BTechന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ CUET എക്സാമിന് നിങ്ങൾ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യണം. മേജർലി ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടബിൾ. ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക. ജനറൽ ഇംഗ്ലീഷായിട്ട് നിങ്ങൾ ലാംഗ്വേജും ചൂസ് ചെയ്യുക. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്ട്സ്. അപ്പോൾ ടോട്ടൽ ഓഫ് 4 എക്സാമുകളാണ് നിങ്ങൾ CUETക്ക് ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതേണ്ടി വരിക. സോ നെക്സ്റ്റ് ഇതേപോലെ BTech ഓഫർ ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്, വളരെ പ്രോമിനൻ്റ് ആയിട്ടൊരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. കുറച്ചുകൂടി അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ BTech കോഴ്സുകൾ ശരിക്കും ഡയറി ടെക്നോളജിയിലും ഫുഡ് ടെക്നോളജിയിലുമാണുള്ളത്. അവിടെ നിങ്ങൾ CUET എഴുതുമ്പം CUETയിൽ ചൂസ് ചെയ്യേണ്ട എക്സാമുകൾ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്. സോ +2 സിലബസ് മാത്രമേ ഉള്ളൂ. CUETക്ക് ചൂസ് ചെയ്യുമ്പോൾ PCM ചൂസ് ചെയ്യുക. സോ നെക്സ്റ്റ് CU ഹരിയാനയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദൂരം അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ CU ഹരിയാന എന്ന് പറയുന്നത് അവിടെ മെയിൻലി ഓഫർ ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, അതേപോലെ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രിന്റിംഗ് ആൻഡ് പാക്കേജിംഗ് ടെക്നോളജി ഉണ്ട്. എല്ലായിടത്തേക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സബ്ജക്റ്റ് ഫിസിക്സും മാത്തമാറ്റിക്സുമാണ് CU ഹരിയാനയിലേക്ക്. നെക്സ്റ്റ് CU ജമ്മു ആണ്. CU ജമ്മുവിൽ ECയുടെ കോഴ്സുകളാണുള്ളത്. ദാറ്റ് ഈസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഏവിയോണിക്സുമാണുള്ളത്. അവിടെ നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഈ 4 സബ്ജക്ട്സ് ചൂസ് ചെയ്താണ് CU ജമ്മുവിലേക്ക് നിങ്ങൾ BTech കോഴ്സിന് അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് നെക്സ്റ്റ് ഈസ് CU കർണാടക. ഒരുപാട് പേര് കർണാടകയിലും BTechന് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കർണാടകയിലും പഠിക്കുന്നുണ്ട്. മേജറായിട്ടുള്ള കർണാടകയിൽ ഓഫർ ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി BTech കോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ആണ്, പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഈ 3 കോഴ്സുകളാണുള്ളത്. അവിടെയും സിമിലർലി നിങ്ങൾക്ക് PCM ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്ട് സെലക്ഷൻ ചൂസ് ചെയ്തിട്ടാണ് എക്സാം എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് യൂണിവേഴ്സിറ്റീസ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ BTech ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ BTechന് അവിടെ കമ്പ്യൂട്ടർ സയൻസും എനർജി എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് അവർ സെലക്ഷൻ പ്രോസസ്സിൽ എക്സാം എഴുതേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് മാത്രമാണ്. നിലവിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പുതിയൊരു അപ്ഡേറ്റ് വരുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അറിയിക്കും. പക്ഷേ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യേണ്ട എക്സാം എഴുതേണ്ട സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ബാക്കി എഞ്ചിനീയറിംഗ്സിലെല്ലാം എനർജി എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മെറ്റീരിയൽ സയൻസ് ആയിക്കോട്ടെ, EC ആയിക്കോട്ടെ, നിങ്ങൾ PCM ആണ് ഉപയോഗിക്കേണ്ടത്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. നെക്സ്റ്റ് മറ്റൊരു വെറൈറ്റി പ്രോഗ്രാമും കൂടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് BTech വിത്ത് MBA ആണ്. അതായത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് ശരിക്കും BTech MBA എന്ന് പറയുന്നത്. അവിടെ മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് എക്സാം എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ അനദർ പ്രോമിനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ദാറ്റ് ഈസ് ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന് അണ്ടറിൽ ഫിഷറീസ്, ഫോറസ്ട്രി, സിമിലർലി അഗ്രികൾച്ചർ, ഇങ്ങനെയുള്ള വിവിധ അലൈഡ് സയൻസ് കോഴ്സുകളിലും അഗ്രികൾച്ചർ കോഴ്സുകളിലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. സോ ഐക്കറിന് അണ്ടറിലും BTech കോഴ്സുകളുണ്ട്. ഐക്കറിന് അണ്ടറിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും ഐക്കറിന് അണ്ടറിൽ കോളേജുകൾ ഉള്ളതാണ്. പക്ഷെ അവിടെ BSc കോഴ്സുകളാണുള്ളത്. മെയിൻലി ഐക്കറിന് അണ്ടറിലുള്ള BTech കോഴ്സുകൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി ആൻഡ് ബയോടെക്നോളജി ആണ്. അവിടെ നിങ്ങളുടെ സെലക്ഷൻ ഓഫ് സബ്ജക്ട്സ് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്.
മേജർലി. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബയോളജിയും വരാറുണ്ട്. പക്ഷേ ബിടെക് ആയതുകൊണ്ട് PCM ആണ് നിങ്ങൾ സാധാരണ ചൂസ് ചെയ്യേണ്ടത്. അത് ഐക്കറിൻ്റെയും ബാക്കിയെല്ലാം QATയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റീസുമാണ്. സോ ഇത്രയും കോഴ്സുകൾ അല്ലെങ്കിൽ ഇത്രയും യൂണിവേഴ്സിറ്റീസ് ശരിക്കും നിങ്ങൾക്ക് ബിടെക് വഴി നോക്കാവുന്നതാണ്. അവിടെ നോക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അത്യാവശ്യം റീച്ചബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതേസമയം ഐക്കർ വഴി കിട്ടുന്ന കോളേജസ് നിങ്ങൾക്ക് റീച്ചബിൾ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. റീച്ചബിലിറ്റി നോക്കുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ഓക്കെ ആണ്. അതേപോലെ കോളേജിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നല്ലതാണ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നല്ലതാണ്, സിമിലർലി ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി നല്ലതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കി ഒരു നല്ലൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സിമിലർ ആയിട്ടുള്ള മറ്റു കോഴ്സുകളൊക്കെ എന്തെങ്കിലുമെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ടു Xylem QAT ആൻഡ് ഓൾ ദി ബെസ്റ്റ്.